വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഒരു പ്രസംഗം പറഞ്ഞിട്ടുള്ള ശീലമൊന്നും എനിക്കില്ല, വല്ല പരിചയം ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എൻ്റെ വാക്കുകൾ വളരെ അരോചകമായിരിക്കുമെന്ന് തോന്നുന്നു. ആദ്യമേ തന്നെ ക്ഷമ ചോദിക്കുന്നു. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ്. കാരണം എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹ സഫലീകരണമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതിന് എനിക്ക് ഏറ്റവും പിന്തുണയായതും എന്നെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചതും എല്ലാം എനിക്ക് വേണ്ടി ഇത് ചെയ്തു തന്നതും ശ്രീകുമാർ മാഷാണ്. മാഷിനോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ വേളയിൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ പുസ്തകത്തിൻ്റെ അവതാരിക എഴുതിയ മുജീബ് റഹ്മാൻ കരളായി, പുസ്തകം അച്ചടിച്ച ആപ്പിൾ ബുക്സ്, ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകർ എല്ലാവർക്കും വേണ്ടി ഞാൻ നന്ദി അറിയിക്കുകയാണ്. പറഞ്ഞു വരുവാണെങ്കിൽ ഇവിടെ പാലിയേറ്റീവിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നെ അറിയുന്നവരുണ്ടാവും, എനിക്കറിയുന്നവരുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ചൊരു പരിചയപ്പെടുത്തേണ്ട ആവശ്യം വരുന്നില്ല എന്ന് തോന്നുന്നു. ഞാൻ പഠിച്ചിരുന്ന കാലം തൊട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. എഴുതുന്നതൊക്കെ എൻ്റെ അധ്യാപകരാണ്. പ്രത്യേകം എൻ്റെ മലയാളം ടീച്ചറെ, ഉഷ ടീച്ചറെ ഞാൻ സ്നേഹത്തോടെ ഓർക്കുകയാണ് ഈ സമയത്ത്. എനിക്ക് അക്ഷരങ്ങളുമായിട്ടുള്ളൊരു ചെങ്ങാത്തം ഉണ്ടായത് എൻ്റെ അമ്മ കാരണമാണ്. അമ്മയാണ് വായിക്കാനുള്ള പുസ്തകം ചെറുപ്പം മുതലേ എടുത്തു തരികയും അക്ഷരം പഠിക്കട്ടെ എന്നുള്ള രീതിയിലാണ്, അതും വലിയ വലിയ പുസ്തകങ്ങളൊക്കെയാണ് അന്ന് മമ്മി വായിച്ചുകൊണ്ടിരുന്ന പുസ്തകങ്ങളാണ് എനിക്ക് തന്നുകൊണ്ടിരുന്നത്. അന്ന് അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും ഒന്നും അറിയാതെയാണ് ഞാനത് വായിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അക്ഷരങ്ങളുമായിട്ടുള്ള ആ കൂട്ടുകെട്ട്, ഒറ്റപ്പെട്ട ബാല്യവും ഒക്കെ എന്നെ എഴുതുവാനുള്ള ഒരു പ്രചോദനമാണ് എനിക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മനസ്സിൽ തോന്നുന്നൊക്കെ എഴുതി വെക്കുമായിരുന്നു. താരാട്ടുപാട്ടുകളെ കഴിഞ്ഞ് ഞാൻ കൂടുതൽ കേട്ടിട്ടുള്ളത് കവിതകളാണ്. മമ്മി പഠിച്ച കവിതയും വായിച്ച കവിതയും ഒക്കെ പാടിത്തരികയും അത് വിശദീകരിച്ച് തരികയും ഒക്കെ ചെയ്ത് അങ്ങനെ കവിതയോടുള്ളൊരു ആഭിമുഖ്യമാണ് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നത്. അങ്ങനെ എനിക്ക് എൻ്റെ ഒരു ഒറ്റപ്പെട്ട സാഹചര്യത്തിൽ എനിക്ക് കൂട്ടായി വന്നിട്ടുള്ളതും ഞാൻ വായിച്ചതും എഴുതിയതും ഒക്കെ ആയിട്ടുള്ള അക്ഷരങ്ങൾ തന്നെയാണ്. എൻ്റെ ഒരു എഴുതുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസം നൽകൽ, എനിക്ക് എന്നെ തന്നെ ആശ്വാസം നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. എഴുതി വെക്കുക എന്നത് എനിക്ക് തന്നെ സാന്ത്വനം നൽകാൻ വേണ്ടി ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ഞാൻ എഴുതുന്നത് ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടാണ് ശ്രീകുമാർ മാഷ് ഇങ്ങനെ എന്നോട് പറയുകയും, ഞാൻ എഴുതുക എന്നുള്ളത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ബാക്കിയുള്ള എഫോർട്ട് മുഴുവൻ എടുത്തത് ശ്രീകുമാർ മാഷാണ്. മാഷിൻ്റെ ഒപ്പം നിന്നവർക്കും എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഞാൻ ഒരുപാട് പറയുന്നില്ല, ഒരുപാട് പറയാൻ എനിക്കറിയില്ല. അതുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ ഓർത്തുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും ആശീർവാദവും ഒക്കെ കാംക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.